റേഡിയോ മാംഗോ 91.9 919 സ്പോട്ട്ലൈറ്റിൽ അക്ഷയോടൊപ്പം എന്നുള്ളത് പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫൻ ആണ്. സോ നൗ ഇറ്റ്സ് റാപ്പിഡ് ഫയർ ഓൺ 919 സ്പോട്ട്ലൈറ്റ്. റെഡി ലിസ്റ്റൻ? യെസ്. മലയാളത്തിലെ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും യങ്ങസ്റ്റ് പ്രൊഡ്യൂസർ ആരാ? അത് ഞാൻ തന്നെയല്ലേ? ആണോ? ലിസ്റ്റന്റെ പ്രായം 26. ലിസ്റ്റൻ പ്രൊഡ്യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ഫിലിം? അത് ഉസ്താദ് ഹോട്ടൽ തന്നെയാണ്. എത്ര രൂപ ചെലവായി? അത് പറയില്ല. ലിസ്റ്റൻ ഞാൻ പറയുന്നതിൽ ശരിക്കും ആരാണ്? ലക്ഷപ്രഭു, കോടീശ്വരൻ, ബില്യനയർ? ഞാൻ ലക്ഷപ്രഭു. കോടീശ്വരനായിട്ടില്ല. നോ. ലിസ്റ്റൻ സ്റ്റീഫന് ട്രാഫിക്കിന് ശേഷം വന്ന ഏറ്റവും വലിയൊരു മാറ്റം ആ ചാപ്പാക്കുരിശ് നിർമ്മിക്കാൻ പറ്റി. അതാണോ മാറ്റം? അതെ. മലയാള സിനിമയില് ഒരാൾക്ക് പ്രൊഡ്യൂസർ ആവാൻ അത്യാവശ്യമായിട്ടും വേണ്ട ഒരു കാര്യം ഏതാ? കാശാണോ, ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള അറിവാണോ, ഭാഗ്യമാണോ? ഇത് മൂന്നും ഉള്ള ഒരാളായിരിക്കണം. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇൻഡസ്ട്രിയെ പറ്റി കൂടുതൽ അറിയാൻ പറ്റണം. ഉസ്താദ് ഹോട്ടലില് ആർക്കാണ് കൂടുതൽ കാശ് കൊടുത്തത്? തിലകനാണോ അതോ ദുൽഖർ സൽമാനാണോ? അത് ദുൽഖറിന്. കാരണം തിലകൻ ഭയങ്കര എക്സ്പെൻസീവ് ആക്ടർ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള യങ്സ്റ്റേഴ്സിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് നടനാണ്? അത് പൃഥ്വിരാജ് ആയിരിക്കും. ഉസ്താദ് ഹോട്ടലിലെ ലിസ്റ്റൻ സ്റ്റീഫന്റെ ഫേവറേറ്റ് മ്യൂസിക് നമ്പർ ഏതാ? അപ്പങ്ങളെമ്പാടും. Alrighty, so coming up next on Radio Mango 91.9, Gopi Sundar compose ചെയ്ത അന്ന കത്രീന പാടി സൂപ്പർ ഹിറ്റ് ആക്കിയ the very same song from the very same movie ഉസ്താദ് ഹോട്ടൽ. ഇത് നാട്ടിലെങ്കും പാട്ടായി.